തോന്നിയിട്ട് ഈ മനുഷ്യനോട് ഇന്ന് അല്ലെങ്കിലും ഈ ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേക്കും എവിടെയല്ലേ അടിയും വഴക്കും ബഹളമൊന്നും ഇല്ലാത്തത്. പക്ഷെ എന്നിരുന്നാലും ഇത്രയും നാട്ടുകാരുടെ മുമ്പിലിട്ട് ഈ പെണ്ണുമുള്ള വെറുപ്പിച്ചിട്ടും ഇപ്പോഴും പുള്ളിക്കാരൻ ചേർത്ത് പിടിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, എന്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇച്ചു മുത്താണ്. ഗണേഷ് കുമാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ത് തോന്നുന്നുണ്ട് ഗണേഷ് കുമാറിന്റെ ഈ ഒരു നിലപാടിനെ കുറിച്ചൊക്കെ? എനിക്കെന്തോ ആവാന്നുള്ളൊരു ഭാവമായിരുന്നല്ലോ. എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ആരും ഇടപെടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. താനും എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ നാണവും മാനവും ഇടപെട്ട കഥ ഒരാഴ്ച മുമ്പാണ് താങ്കൾ ഇടപെട്ടത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കേസായിട്ടാണെങ്കിൽ പോലും എന്റെ ജീവിതം തുലച്ചത് ഉമ്മൻചാണ്ടിയാണ്. എന്റെ ഭാര്യയും കുട്ടികളും എന്നെ വിട്ടു പോകാൻ കാരണം ഉമ്മൻചാണ്ടിയാണ്. എന്നെ ഒരു സ്ത്രീലംബരനാക്കിയതെല്ലാം ഇയാളാണെന്ന് എടുത്ത് വലിയ കോര പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. ഇതേ കിടക്കുന്ന കഴിഞ്ഞ ശനിയാഴ്ച വന്നിട്ട് വേറൊരു പെണ്ണുമായിട്ട് ബെഡ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഭാര്യ അത് കണ്ട് നമിച്ചതാണ്. ആ സ്ത്രീ പിന്നെ ഒരുപാട് അനുഭവിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതേ കിടക്കുന്ന എല്ലാം ഒതുക്കുകയും ചെയ്ത് നൈസായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ മീഡിയക്കാർ ചർച്ച ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും ഈ കള്ളനെ കുറിച്ച്. ഇപ്പൊ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ നൈസായിട്ട് വലിഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർക്കൊരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. CEO ആണ് അവർ. സത്യം പറഞ്ഞാലോ അവര് അതിൽ നിന്ന് ഒരുപാട് അഴിമതികളും കാര്യങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതല്ല ഇവനറിയാം. ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് 8ന്റെ പണി കിട്ടും, ആ സ്ഥാപനത്തിന് പണി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവരൊരു സെറ്റിൽമെന്റിന് തയ്യാറായത്. ഇപ്പം ഓരോ വ്യക്തികൾ ഇപ്പൊ ഇവനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പെണ്ണാണ് ചെയ്തതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ ഈ മമ്മൂട്ടി എന്തുകൊണ്ട് ഈ ഗണേഷിന്റെ അടുത്ത് സഹകരിക്കുന്നില്ല? പണ്ട് മുതലേ ഇവന്റെ തനി സ്വഭാവം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അവനെ അടുപ്പിക്കുന്നത് പോലുമല്ല. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് രാഹുലിന് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം എല്ലാവരും കൂടെ 6-7 മാസം കൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ ഇട്ട് അങ്ങ് കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ പാർട്ടിക്കാർ, ഇവന്മാരും എല്ലാവരും. രാജിവെക്കൂ, പുറത്തു പോകൂ. എന്നിട്ട് കണ്ടില്ലേ, സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കൂട്ടിലെ കോഴിയെ പോലും നേരെച്ചോനെ നോക്കാൻ പറ്റാത്ത ഇവിടുത്തെ സർക്കാർ അടിച്ചു വിട്ടിരിക്കുമല്ലേ അങ്ങ്. എന്തോ പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് നമുക്ക് പോവാം. എന്തായാലും മറക്കണ്ട, ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ. കാരണം എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും സബ് ചെയ്യത്തില്ല. എന്തായാലും സബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് ഇവനെക്കുറിച്ച് എന്ത് തോന്നുന്നു വെച്ചാൽ അത് കറക്റ്റായിട്ട് പറയാം. എന്തായാലും ആ സ്ത്രീ പറയുന്നത് നമുക്കൊന്ന് വെക്കാം. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർക്ക് ഇതൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ. ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് ഈ മനുഷ്യനോട് ഇന്ന് അല്ലെങ്കിലും ഈ ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേക്കും എവിടെയല്ലേ അടിയും വഴക്കും ബഹളമൊന്നും ഇല്ലാത്തത്. പക്ഷെ എന്നിരുന്നാലും ഇത്രയും നാട്ടുകാരുടെ മുമ്പിലിട്ട് ഈ പെണ്ണുമുള്ള വെറുപ്പിച്ചിട്ടും ഇപ്പോഴും പുള്ളിക്കാരൻ ചേർത്ത് പിടിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, എന്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇച്ചു മുത്താണ്. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർക്ക് ഇതൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ. ഇതിലും വലിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? സത്യം ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ന്യൂസിൽ വന്നിട്ട് ആ സ്ത്രീ എന്തൊക്കെ തോന്നിവാസമാണ് വിളിച്ചു പറഞ്ഞത്. തോന്നിവാസമല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ത്രീകളുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ട്. സരിത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2019 ഇപ്പോഴത്തെ വൈഫായിട്ട് നല്ല ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അതൊക്കെ സോഷ്യൽ മീഡിയ അന്ന് ഒരു ചെറിയൊരു ന്യൂസ് ആയിട്ട് പോയായിരുന്നു. ഇത് 3-4 ദിവസം മുമ്പ് ആളിക്കത്തിയ ഒരു വിഷയം ഒറ്റ അടിക്കാതെ അണഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പൊളിറ്റിക്സിന്റെ പവർ എന്താണ്? അധികാരമുള്ളവൻ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ അവിഹിതത്തെ പ്രണയത്തോട് ഉപമിച്ചത് അതൊട്ടും ശരിയായില്ല. അതൊരുമാതിരി മറ്റെടുത്ത പരിപാടിയായിപ്പോയി. പക്ഷെ താങ്കൾ തന്നെയല്ലേ പണ്ട് അച്യുതാനന്ദന് ഞരമ്പ് രോഗമാണെന്നും കാമഭ്രാന്തൻ എന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5000 പ്രണയമുള്ള താങ്കൾ എന്താണ് വിളിക്കാനുള്ളത്? അവന് വേറെ എന്തോ കടിയാ, അതിനെന്തോ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. പണ്ട് അച്യുതാനന്ദനെ കുറ്റം പറഞ്ഞു ഒരുത്തനാണ്, പുള്ളിക്ക് അതിന് കഴിവില്ലെന്ന് പറഞ്ഞവനാ. അവൻ പിന്നെ നൈസായിട്ട് പിന്നെ കോൺഗ്രസ് പുറത്താക്കിയപ്പോൾ ദേ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പോയി അച്യുതാനന്ദനെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. അവിടെ പിന്നെ ഉമ്മൻചാണ്ടിയെ താത്തിടാൻ നോക്കി. നാണം കെട്ടവനാ, ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാ. അയാളുടെ ജീവിതത്തെ തൊലച്ചെങ്ങനെ ഇവനാ സരിതയായിട്ട് ബന്ധവും കാര്യങ്ങളും തോന്നിവാസവും ഒക്കെ നടത്തി കൂട്ടിയിട്ട് അതെല്ലാം ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഉമ്മൻചാണ്ടി നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന്. മരിക്കുന്നതിന് 1.5 മാസം മുമ്പ് CBI റിപ്പോർട്ടും കാര്യങ്ങളും വന്ന് അദ്ദേഹം മൊത്തം ഇരുന്ന് വായിച്ച് അയാളുടെ ചങ്കാ പൊട്ടിപ്പോയത്. ആ മനുഷ്യൻ പിന്നെ ഭൂമിയിലില്ല, ലോകത്തിൽ. ഇപ്പൊ എന്താ പറയുക, അന്ന് എന്താ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞ മീഡിയസുകൾ ഇപ്പം എന്താ പറയുക തൊഴുവാണ്. ആ മനുഷ്യനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ മാപ്പ് പറയാമെന്നുള്ള രീതിയിലാണ്. എന്നിട്ടും സുഖിച്ചൊരു നാണവും മാനവില്ല നടക്കുന്ന ഗണേശനെ പോലുള്ളവരൊക്കെ ഞാൻ പറയട്ടെ, അവൻ ജനങ്ങൾക്ക് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചോ, ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ചിട്ടല്ലേ അവൻ ഈ ഇതൊക്കെ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്നറിയോ, ആൾക്കാരെ കയ്യിലെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ഭീതി പിടിച്ചു വെക്കും. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരുപാട് പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇവനൊക്കെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത്.
കുറച്ച് കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ബസ് എന്നും പറഞ്ഞിട്ട് പഴയ ബസ് പുതുക്കി കൊണ്ടുവന്ന് വലിയ സംഭവങ്ങളൊക്കെ കാച്ചുന്നുണ്ടല്ലോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ബസ്സൊക്കെ കൊണ്ടുവരുന്ന മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇത് കേടായി കഴിഞ്ഞാൽ അത് എവിടെ പോകുന്നു വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ആവശ്യം ഇവിടെ ബസ്സല്ല കേരളത്തിൽ വേണ്ടത്. മര്യാദയ്ക്ക് നേരെ ചോനെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറയണം. അവന്മാര് കറക്റ്റ് സമയത്ത് ഇപ്പൊ ആലുവയിൽ എത്താനാണെങ്കിൽ 8 മണിക്കാണെങ്കിൽ അവന്മാർ 8 മണിക്ക് എത്തും. പക്ഷെ അതിനു മുമ്പ് റോഡ് എത്ര ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും അവന്മാർ വരുന്നത്. ആദ്യം അതുപോലുള്ള കാര്യങ്ങൾ, വണ്ടിക്ക് നിയന്ത്രണം വേണം, പെരുക്കെ പോകണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് ഇവിടെ കേരളത്തിൽ വേണ്ടത്. അല്ലാതെ അവിടെ തിരുവനന്തപുരത്ത് ഒരു കൊച്ചൊരു ബസ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് അത് വലിയ സംഭവമായിട്ട് ഞാൻ കൂട്ടത്തില്ല. കാരണം ഈ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിൽ നോക്കിയിരിക്കുന്നത് മാത്രമല്ലല്ലോ. അതുപോലെ തന്നെ പല സ്ത്രീകളിലുണ്ടായ തന്റെ 5-8 മക്കളും വടകരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഈ 73-ാമത്തെ വയസ്സിൽ തനിക്കൊരു കുഞ്ഞും കൂടി വേണമെന്ന് ആഗ്രഹം പറഞ്ഞ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയോട് താങ്കൾ ഉപമിച്ചതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പരമാവധി അവർ പറയുന്ന ഒരു വാക്കാണ്, പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഈ വീഡിയോ. ഇത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പരമാവധി ഷെയർ ചെയ്തേക്കാം. ഓക്കെ. നെഹ്റുവിനെയും ഗാന്ധിജിയെയും എന്തിനും നമ്മുടെ മാധവിക്കുട്ടിയെ പോലും എന്തോ താങ്കൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത്രയും വലിയൊരു കൊടും ചതി ചെയ്യാൻ വേണ്ടിയിട്ട്? ബിന്ദു ഗണേഷ് കുമാറിന് ചെറിയൊരു ഉപദേശം കൂടി തരാട്ടോ. സീരിയസ് ആണ്. അതായത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഒരു 75% പുരുഷന്മാർക്കും ഒരിക്കലും ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഈ ഭർത്താക്കന്മാരുടെ ഫോൺ ചെക്ക് ചെയ്യല്, അല്ലെങ്കിൽ അവർ എവിടെ പോകുന്നു, ആരോട് മിണ്ടുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ട് അവരെ ഫ്രീ ആയിട്ടങ്ങ് വിടണം. പിന്നെ പോയാലും എവിടെ വരെ പോകാനാണ്? ഭർത്താവ് എന്ന് പറയുന്ന ആള് രാത്രി വീട്ടിലെത്തുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ. അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഈ അവിഹിതങ്ങളൊന്നും അധികകാലം സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോയ ചരിത്രമൊന്നുമില്ല. കറക്റ്റ് കാര്യം അവർ പറഞ്ഞത്. പോകുന്നവരൊക്കെ പോവും. അവസാനം ഇതുപോലെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തെല്ലാം പോയി കഴിഞ്ഞിട്ട് 18ന്റെ പണിയും മേടിച്ചിട്ട് അവസാനം ഭാര്യയുടെ അടുത്ത് തന്നെ വരത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ അവിഹിതം നടത്താൻ പോകുന്ന സമയത്ത് ഈ ചെന്ന് പോകുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് മര്യാദയ്ക്ക് കണ്ട് നിന്നില്ലെങ്കിൽ അവൾമാർക്കൊന്നും പോകാനില്ലെങ്കിൽ ഇവന്മാരൊക്കെ വലിച്ചിരിക്കും. അത് വേറെ കാര്യം. ഓക്കെ, ഇനി വേറൊരു ന്യൂസ് വെച്ചുതരാം ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. രക്ഷപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധി പത്രത്തിൽ വായിച്ചാണ്. അതുകൊണ്ട് അതെടുത്ത് ഈ ഷാപ്പ് എന്ന് വിചാരിച്ചു. ഇത് എങ്ങനെ അടപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് മുമ്പും UDF റിസർച്ച് നടത്തിയിരുന്നു. ആരെങ്കിലും നന്നായി കൊണ്ടുവന്നാൽ നശിപ്പിക്കാന്നുള്ള UDFന്റെ ഒരു പരിപാടിയാണ്. ഇവിടെ ഇപ്പൊ KSRTC ഒരുവിധം പച്ചപിടിച്ച് വരെയാണ്. ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ KSRTC പച്ച പിടിച്ച് വരണം. നാണവും മാനവും ഇല്ലടോ. ആണും പെണ്ണും കെട്ടവനെ തനിക്ക് ഇരുന്ന് പറയാനാ. 10 വർഷം കൊണ്ട് ഇരുന്ന് ഭരിച്ചത് ആരാ? 10 വർഷം കൊണ്ട് ഭരിച്ച നിങ്ങളുടെ പാർട്ടിയല്ലേ? പിന്നെ എന്തുകൊണ്ട് താൻ പറയുന്നത് ഈ 5-6 മാസം കൊണ്ട് മാത്രം പച്ച പിടിച്ച് വരുവാന്ന് പറയുമ്പോ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെയൊക്കെ ഭരണം എന്തുവാന്ന് വിവരം കേട്ടില്ലടോ താൻ ഇവിടെ നിന്നോട്ട് പറയുന്നേ. അയ്യേ, 2 മാസം കൊണ്ട് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ജീവനക്കാരും വഴിയാതാരാവും, നാട്ടുകാരും വഴിയാതാരാവും. ഇത് എങ്ങനെ അടപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് മുമ്പും UDF റിസർച്ച് നടത്തിയിട്ടുണ്ട്. LDF സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇത്രയും വർഷമായിട്ട് ഭരിച്ചിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്നാ ഞാൻ ചോദിക്കുന്നേ. ഇനി ഒരു 5 വർഷം കൂടെ നിനക്കൊക്കെ ഭരണം തന്നു കഴിഞ്ഞാൽ നീ ഇതൊക്കെ തന്നെ അടിക്കത്തുള്ളൂ. കൊണയടി. തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പുവരുത്തി കേരളത്തിലെ കോടിക്കണക്കിന് യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കി നല്ല നിലയിൽ കൊണ്ടുപോയാണ്. അത് കുടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നാൽ എപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. ആരെങ്കിലും നന്നായി കൊണ്ടുവന്നാൽ നശിപ്പിക്കുക എന്നുള്ള UDFന്റെ ഒരു പരിപാടിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രകടന പത്രിക കണ്ടുപിടിക്കണം. കാരണം UDFന്റെ പ്രകടന പത്രികകളിൽ പറഞ്ഞതിൽ 99% കാര്യം നടന്നിട്ടില്ല. വെറുതെ വന്നേച്ച് പോകുമ്പോൾ അവരൊന്നും പറഞ്ഞു അത് ഫ്രീയാക്കും ഇത് ഫ്രീയാക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഫ്രീ കൊടുക്കാൻ കൊടുത്ത ഫ്രീയുടെ തന്നെ ബുദ്ധിമുട്ടാണ് KSRTC നിലയിൽ എത്തിയത്. അതുകൊണ്ട് ഇപ്പം പെൻഷൻ 10-73 ലക്ഷം രൂപ 74 ലക്ഷം പെൻഷൻ കൊടുക്കുന്നുണ്ട് എല്ലാ മാസം. 50 കോടി രൂപ സർക്കാർ ശമ്പളത്തിന് കൊടുക്കുന്നു. ഇതെല്ലാം പോയിട്ട് ഇനിയും ആര് കൊടുക്കുന്ന എന്ത് കൊടുക്കുന്ന പറയുന്നത് 10,000 കോടി രൂപയാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്തായിട്ട് 1 പിണറായി 2 സർക്കാരിന്റെ കാലത്ത് LDF KSRTC കൊടുത്തത്. ഇനി എന്ത് കൊടുക്കുന്നു? നടക്കാനാണെന്ന് പറയുന്നത്. ജയിച്ചല്ലേ നടക്കുള്ളൂ. ജയിച്ചറിയാതൊന്നും നടത്തുന്നില്ല. മതി എവിടെ വരുന്നു? ഓഹോ, അപ്പൊ നിന്റെയൊക്കെ പാർട്ടി ആയിരിക്കും ഭരണത്തിന് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോവാണെങ്കിൽ വരുമെന്ന്. ഓക്കെ, ഇനി മമ്മൂട്ടിയുടെ പഴയ ഒരു സംഭവം ഉണ്ട്, ഞാൻ അതൊന്ന് വെച്ച് തരാം. കാരണം മമ്മൂട്ടിക്ക് പോലും കണ്ടെടുത്തവനെ കണ്ടുകൂടാന്നാ പറയുന്നത്. കയ്യിരിപ്പ് ഇതാണല്ലോ. പുള്ളി നേരെ വാ നേരെ പോന്നുള്ള ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ നിന്നെയൊക്കെ അടുപ്പിക്കുവോ? അതിന്റെ കാര്യം മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിനെ എന്റെ ഒരു റോൾ മോഡലായിട്ട് നടൻ എന്ന നിലയിലും കണ്ടിട്ടുള്ള ഒരാളെ. പിന്നീട് പുള്ളി നമ്മളോടൊപ്പം അകന്നിരിക്കുന്ന എന്നോട് പറയും. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോ അഭിനയിച്ചിട്ട് ഒരു 20 വർഷം ഇങ്ങിലെങ്ങെ എന്ന പടമാണ് അവസാനം. 20 വർഷമായി ഒരുമിച്ച് അഭിനയിച്ചല്ല. 20 കൂട്ടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ, അത് മലയാളികൾക്ക് എനിക്ക് വലിയ അത്ഭുതമുള്ള ഒരു വാർത്തയാണ്. നമ്മൾ ദിവസവും കിങ്ങി വരുന്നത് 98-ലോ 96-ലോ 25 വർഷത്തോളം. അതാണ് അവസാനം അഭിനയിച്ചത്. അതിന്റെ ഒരു കാരണം
മുമ്പേ പറഞ്ഞത് അതുകൊണ്ട് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്. നിന്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നേരെ വാ നേരെ പോ, പുള്ളി എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും. അപ്പോൾ അത് ഈ അടുത്ത സമയത്ത് തന്നെ വയനാട്ടിൽ അദ്ദേഹം വീട് കാണാൻ പോയ സമയത്ത് ഒരു നേതാവ് അയാളെ പുറകെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് വന്നതല്ല, ആൾക്കാർ ആ രീതിയിൽ എടുക്കത്തുള്ളൂ. അത് മമ്മൂട്ടി ഓപ്പൺ ആയിട്ട് തുറന്നടിച്ച് പറയുകയും ചെയ്തു. പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ ഇതുപോലുള്ളവന്മാരോടൊന്നും സഹകരിക്കത്തില്ല പുള്ളിക്കാരൻ. അതങ്ങനെയാണ്, പുള്ളിയുടെ രീതിയാണ്, അത് അന്തസ്. അത് പുള്ളിയോട് സംസാരിച്ചിട്ടില്ല. ഇല്ല സംസാരിക്കേണ്ട കാര്യം അങ്ങനെ ഞാൻ ആരോടും ചോദിക്കില്ല. ഞാൻ ആരോടും പോയി എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടോ ദൈവം അതിനൊരു അവസരം തന്നില്ല. ഇനി തന്ന അവസരങ്ങൾ സ്വീകരിച്ചതല്ല. നമ്മള് വിശുദ്ധ ഖുർആനിൽ പറയുന്ന കണക്ക് നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ നാമം എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിനയിക്കേണ്ട പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു, വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ്. ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ കാണാൻ സംസാരം വളരെ രൂപയാണ് കാണുമ്പോൾ സംസാരിക്കും. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളോട് ഇഷ്ടമല്ല. എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവൊന്നുമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ ആരാധിച്ച ആളാണ്. ഞാൻ ആദ്യം മമ്മൂക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് 36 വയസ്സാണ്. അന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു എനിക്ക് 36 വയസ്സാണ്. അന്ന് കണ്ടതാണ് ഞാൻ സിനിമയിലൊന്നുമില്ല, ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അന്ന് പരിചയപ്പെട്ടതാണ്. പക്ഷെ ഞാൻ വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്തത്. എന്തുകൊണ്ടോ എനിക്കൊരു വിനോദം പോലെ. മനസ്സിലായിട്ടില്ല. ഈ ഫോണില് സ്ഥിരം വിളിക്കുന്ന അത്തരം അടുപ്പമുള്ള നടന്മാർ സിനിമാക്കാരെങ്കിലും ഞാനായിട്ട് വിളിക്കും. പിന്നെ ഇടവേള ബാബുനെ വിളിക്കും, സിദ്ദിഖിനെ വിളിക്കും, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇച്ചിരി നേരത്തെ വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ മമ്മൂട്ടി ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും ഇവനെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവർക്കറിയാം. പിന്നെ സെറ്റിലാണെങ്കിൽ പോലും പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും അന്നും മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ച സമയത്താണെങ്കിൽ തോന്നുന്ന എന്തൊക്കെയോ വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കാം. പുള്ളിയുടെ ഇപ്പോഴത്തെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. അത് അന്നും കാണിച്ച് കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ അടിപ്പിക്കാത്തത്. ഇപ്പൊ ബസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കോമഡി ആക്കിക്കൊണ്ടിരിക്കുക ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും ജനങ്ങളുടെ തീരുമാനം എന്തായാലും കമന്റ് ബോക്സിൽ അത് അറിയിക്കുക. എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ ഗൈസ്.